എന്റെ ഫ്രണ്ട്സായ ഫവാസ്, ആസിമംസ, സൈനുലാബിദ്, നസീഫ്, തങ്കു, റിഷാൽ, റഹീസ്, സൽമാൻ ഇവരൊക്കെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ വർഷം അതിന്റെ പിറ്റേന്നത്തെ വർഷം നിങ്ങളോട് ആ നോമ്പിന് പറഞ്ഞാണ് എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന്. എന്നിട്ടും നിങ്ങൾ പറഞ്ഞതനുസരിച്ചില്ല. ഇപ്പോൾ ഞാൻ പേര് പറഞ്ഞ 8 ആളുകളില് 4 ആൾക്കാർ മാത്രം എന്നെ ഏത് നേരം വിളിച്ച് ശല്യം ചെയ്യുന്നവരാണ്. 4 ആൾക്കാർ മാത്രം എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നുള്ളൂ. 4 പിള്ളേര് മാത്രമേ എന്റെ നല്ല തുണക്കാരന്മാരായിട്ട് എന്നെ പേടിച്ചുകാണ്ടി എന്നെ വിളിച്ച് ശല്യം ചെയ്യാതെ അവരുടെ പാട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പേര് പറഞ്ഞു തരുന്ന ഈ 4 പിള്ളേര് മാത്രം എന്നെ ഏത് നേരം വിളിച്ച് ശല്യം ചെയ്യുന്നതാണ്ട്, അൻസാറെ നമുക്ക് അവിടുത്തെ ഹോട്ടലിൽ പോയി അൽഫാം റോസ്റ്റും കഴിക്കാടാ, അൻസാറെ നമുക്ക് ഇവിടുത്തെ ഹോട്ടലിൽ പോയി മന്തിയും റോസ്റ്റും കഴിക്കാടാ, അൻസാറെ നമുക്ക് അവിടുത്തെ ഹോട്ടലിൽ പോയി ബിരിയാണി ചിക്കനും കഴിക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നവരാണ്. അതില് ഒന്ന് തങ്കു, ഒന്ന് റിഷാൽ, ഒന്ന് ആഷിമംസ, ഒന്ന് സൽമാൻ. ഈ 4 പേര് പറഞ്ഞവരും എന്നെ ഏത് നേരം വിളിച്ച് ശല്യം ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഇനി ഏതായാലും ഈ റമദാൻ കഴിഞ്ഞാൽ ഇനി ഏതായാലും പെരുന്നാൾ വരാൻ പോവുകയാണ്. ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ നിന്നാൽ ഈ വരുന്ന റമദാൻ കഴിഞ്ഞാൽ ഈ വരുന്ന പെരുന്നാൾക്ക് നിങ്ങളെയൊക്കെ ഞാൻ മാങ്ങ പൂടുന്ന പോലെ പൂണ്ടുകാണ്ട് അച്ചാറിട്ട് കൊടുക്കലേക്കാരം. പെരുന്നാൾ കണ്ട് അച്ചാറിട്ട് കൊടുക്കലേക്കാരം നിങ്ങളൊക്കെ മാങ്ങ പൂടുന്ന പോലെ പൂണ്ടുകാണ്ട് അങ്ങട്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വട്ടം വാണിംഗ് തരുകയാണ്. ഇനി മേലാൽ ഇത് നിങ്ങൾ 4 പിള്ളേരും ആവർത്തിക്കരുത്. കേട്ടില്ലേ?